നമസ്കാരം. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പഠനം സെമസ്റ്റർ 2 പഠനം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട കൂടുതൽ ചോദ്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിൽ നമ്മൾ പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി എന്നിവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഓൾറെഡി ശിശു വികാസം എന്ന പാഠത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് ഒഴിവാക്കി ബാക്കിയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് ഇവിടെ സംസാരിക്കാൻ പാഠങ്ങൾ. നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് വിടാം. കയറി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം. പ്രശ്നപേടകത്തിലെ പൂച്ച ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രശ്നപേടകത്തിലെ പൂച്ച ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വളരെ പ്രശസ്തമായ ഒരു പരീക്ഷണമാണ് പ്രശ്നപേടകത്തിലെ പൂച്ച. ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ പാവ്ലോവ്, ബി തൊണ്ടയ്ക്ക്, സി വാട്സൺ, ഡി സ്കിന്നർ. ഓക്കെ, ഇത്രയും സമയം മതി. ആരാണ്? തൊണ്ടേക്കാണ്. പ്രശ്നപേടകത്തിലെ പൂച്ച ആരുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? തൊണ്ടേക്ക്. ഉത്തരം ബി. ഉത്തരം ബി ആണ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ വ്യവഹാരവാദവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? താഴെ പറയുന്നവയിൽ വ്യവഹാരവാദവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തും. എ പഠനം ഒരു രേഖീയ പ്രക്രിയയാണ്. ബി അനുകരണവും ആവർത്തനവും വഴി നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാം. സി കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമല്ല. ഡി അനുബന്ധനമാണ് പഠനം. ഓക്കെ, പെട്ടെന്ന് പോസ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരടുത്താണ് പറയുന്നത്. പോസ് ചെയ്യുക. ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുകയോ എഴുതി വെക്കുകയോ ചെയ്യുക. ശേഷം പറയുന്ന ഉത്തരം ശരിയാണോ എന്ന് നോക്കുക. 2ൻ്റെ ഉത്തരം ഏതാണ്? സി ആണ്. കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമല്ല എന്ന് പറയുന്നതാണ് ഏത് കൂട്ടത്തിലെ ബന്ധമില്ലാത്ത പ്രസ്താവന. കുട്ടി ഒരു ഒഴിഞ്ഞ പാത്രമാണെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ വ്യവഹാരവാദികൾ പറഞ്ഞത് ഇല്ലേ? ബിഹേവിയറിസം അല്ലെങ്കിൽ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം. രാജയെ ഇംഗ്ലീഷ് അധ്യാപകൻ തല്ലുകയും വഴക്കു പറയുകയും ചെയ്യും. അതുവഴി രാജ ഇംഗ്ലീഷ് വിഷയം വെറുക്കുകയും സ്കൂളിനെ ഇഷ്ടപ്പെടാതിരിക്കുകയും ചെയ്തു. ഇത് സങ്കോച വിവേചനം, പുനഃപ്രാപ്തി, കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത, ചോദക സാമാന്യവൽക്കരണം. സങ്കോച വിവേചനം എന്നാണ് ഞാൻ ഓപ്ഷൻ വേ വായിച്ചത്. ചോദക വിവേചനം എന്നാന്നേ, ക്ഷമിക്കണം. ചോദക വിവേചനം, പുനഃപ്രാപ്തി, കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത, ചോദക സാമാന്യവൽക്കരണം. മൂന്നാമത്തെയാണ് ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും സമയം മതി. എന്താണെത്തോ? ചോദക സാമാന്യവൽക്കരണമാണ് ഇല്ലേ? ചോദക സാമാന്യവൽക്കരണമാണ്. നമ്മളിപ്പോൾ ആ പാവ്ലോവിൻ്റെ സാധനങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പാവ്ലോവിനെ ആ പട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇങ്ങനെ പുനഃപ്രാപ്തി, കണ്ടീഷനുകൾ, ഉയർന്ന ചിന്ത, കണ്ടീഷനിങ്, ചോദക സാമാന്യവൽക്കരണം, ചോദക വിവേചനം, ഇതൊക്കെ എന്താണെന്ന് പേരുകൾ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചോദ്യങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായോ? ചോദ്യങ്ങൾ നമ്മൾ ആ ടെസ്റ്റിൽ അതേപോലെ അല്ല വരുന്നത്. അത് ആപ്ലിക്കേഷൻ ലെവലിലായിരിക്കും വരുന്നത്. അത് മനസ്സിലാക്കാൻ കഴിയുന്ന ക്വസ്റ്റ്യനുകളാണ് ഇവിടെ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. നാലാമത്തെ ചോദ്യം. കുതിരക്കാരന് കുതിരയെ വെള്ളത്തിൻ്റെ അടുത്ത് എത്തിക്കാം. പക്ഷേ വെള്ളം കുടിക്കണമെങ്കിൽ കുതിര തന്നെ വിചാരിക്കണം. ഇത് പഠന ആവർത്തനമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ബി പഠന സന്നദ്ധതയായി ബന്ധപ്പെട്ടിരിക്കുന്നു. സി ഫല നിയമമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡി മൂന്നും ശരിയാണ്. ഓക്കെ, നാലാമത്തെ ചോദ്യമാണ്. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞേരേ. ഓക്കെ, ഇത്രയും സമയം മതി. ഇതിൽ കൂടുതൽ സമയമൊന്നും എടുക്കരുത് കേട്ടോ. യഥാർത്ഥ എക്സാമിന് ഇതിൽ കൂടുതൽ സമയം എടുക്കരുത്. ഒരു ചോദ്യം 10 സെക്കൻഡ് അല്ലെങ്കിൽ 20 സെക്കൻഡിനകം ഉത്തരം ഐഡൻറ്റിഫൈ ചെയ്യുകയും അത് ഒരു 15-20 സെക്കൻഡിനകം കറുപ്പിക്കുകയും ചെയ്യണം. നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ്. ബി പഠന സന്നദ്ധതയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആരാണ് ഇതിൻ്റെ ആള്? തൊണ്ടേക്കാണ് ഇല്ലേ?
സന്നദ്ധ നിയമം, ആവർത്തന നിയമം, ഫല നിയമം ഇതൊക്കെ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തൊണ്ടയ്ക്കുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം ആ പോർഷൻസ് ഒന്ന് വായിച്ചു നോക്കുക. ആ പോർഷൻസിൽ നിന്ന് ഇങ്ങനത്തുള്ള ചോദ്യങ്ങൾ വരാം. ഓക്കെ, അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. രഞ്ജു വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നു. അകലെ നിന്നും ഉള്ള ബൈക്കിൻ്റെ ശബ്ദം കേട്ട് അത് അച്ഛനാണ് എന്ന് തിരിച്ചറിയുന്നു. രഞ്ജുവിൻ്റെ ഈ കഴിവിനെ ഡാഷ് എന്ന് പറയാം. പുനഃപ്രാപ്തി, കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത, ചോദക വിവേചനം ഇവയൊന്നുമല്ല. ഇത് ജസ്റ്റ് ലോജിക്ക്. ആദ്യമായിട്ട് എഴുതുന്ന ആൾക്ക് പോലും ഒരു ലോജിക്ക് വെച്ച് എഴുതിക്കൂടെ? ഏതായിരിക്കും? മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായി കാണുന്നതല്ലേ. സാധാരണ ബൈക്കിൻ്റെ സൗണ്ടിൽ നിന്ന് മറ്റൊരു ബൈക്കിനെ വേർതിരിച്ച് കാണുന്നു, വിവേചനമായിട്ട് കാണുന്നു. അപ്പോൾ ഏതായിരിക്കും ഉത്തരം? അത് ചോദകത്തിലെ വിവേചനം. ഉത്തരം സി ആണ്. ഓക്കെ, അടുത്തത് ആറാമത്തെ ചോദ്യമാണ്. 6. വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല എന്ന് അഭിപ്രായപ്പെട്ടത്. തൊണ്ടേക്ക്, പാവ്ലോവ്, പിയാഷെ, അരിസ്റ്റോട്ടിൽ. തൊണ്ടേക്ക്, പാവ്ലോവ്, പിയാഷെ, അരിസ്റ്റോട്ടിൽ. തൊണ്ടേക്ക്, പാവ്ലോവ്, പിയാഷെ, അരിസ്റ്റോട്ടിൽ. ഓക്കെ, ഇത്ര സമയം മതി. ആരാണ് വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല? തൊണ്ടേക്കിൻ്റെ ഡയലോഗാണ് വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം ആ തൊണ്ടേക്കിൻ്റെ ഭാഗത്ത് നിന്ന്, ആ പോർഷനിൽ നിന്ന് പർട്ടിക്കുലറായിട്ട് തന്നെ നമുക്ക് എത്ര ചോദ്യം വന്നു? ഇപ്പോൾ 2 ചോദ്യം വന്ന്. ആ പാവ്ലോവിൻ്റെ ഭാഗത്ത് നിന്നും 2 ചോദ്യം വന്നു ഇല്ലേ? അപ്പം ആ 2 ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ആവർത്തിച്ച് വരുന്നത്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല എടുത്തിട്ടുള്ളത്, വെറൈറ്റി ചോദ്യങ്ങൾ മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്ത 7ാമത്തെ ചോദ്യങ്ങൾ നോക്കാം. 7ാമത്തെ ചോദ്യം, താഴെ പറയുന്നവ എന്നത് പരിശോധിക്കുക. അടി, ഇമ്പോസിഷൻ, വഴക്ക് എന്നിവ പോസിറ്റീവ് പണിഷ്മെൻ്റ് ആണ്. മൊബൈൽ ഫോൺ ഓഫാക്കുക, TV ഓഫാക്കുക, കളിക്കാൻ വിടാതിരിക്കുക എന്നിവ നെഗറ്റീവ് പണിഷ്മെൻ്റ് ആണ്. A 1 2 ശരിയാണ്. B 1 2 തെറ്റാണ്. C 1 ശരിയും 2 തെറ്റുമാണ്. D 2 ശരിയും 1 തെറ്റുമാണ്. നോക്കിക്കോളൂ. ആ ധനപ്രബലനം, ഋണപ്രബലനം, സ്കിന്നറിൻ്റെ താഴെ കിടക്കുന്ന ധനപ്രബലനം, ഋണപ്രബലനം, അതിന് ശേഷം വരുന്ന ഒരു പോർഷനാണ് ഏത്? പോസിറ്റീവ്, നെഗറ്റീവ് പണിഷ്മെൻറ്റുകൾ കേട്ടോ. അപ്പോൾ ആ സ്ഥലത്താണ് ഇത് നോക്കേണ്ടത്. ഓക്കെ, ഉത്തരം പറയട്ടെ. 1 2 ശരിയാണ്. 1 2 ശരിയാണ്. അപ്പോൾ എ ആണ്. അതായത് ആർക്കെങ്കിലും തോന്നാം അടി, ഇമ്പോസിഷൻ എന്നിവയൊക്കെ നെഗറ്റീവ് പണിഷ്മെൻ്റ് അല്ലേ? മൊബൈൽ ഫോൺ ഓഫാക്കോ, കളിക്കാൻ വിടാതിരിക്കുക, ഇതൊക്കെയല്ലേ പോസിറ്റീവ് പണിഷ്മെൻ്റ് എന്ന്. ഇവിടെ പർട്ടിക്കുലറായിട്ട് ഈ സൈക്കോളജിയിൽ ഇവിടെ നെഗറ്റീവ്, പോസിറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരിടത്ത് ഒരു വസ്തുക്കളുമില്ല, കുട്ടികൾ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കരുതുക. അവിടെ വേറെ ഒന്നുമില്ല, നത്തിങ്. അവിടെ ഒരു പുതിയ സാധനം ആഡ് ചെയ്യുകയാണ്. ആ പുതിയ സാധനമായിട്ട് അടി ആഡ് ചെയ്യുന്നു, ഇമ്പോസിഷൻ ആഡ് ചെയ്യുന്നു, വഴക്ക് ആഡ് ചെയ്യുന്നു. ഇതിലേതെങ്കിലും ഒരു പുതിയ സാധനം ആഡ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് പണിഷ്മെൻറ്റ്. എന്നാൽ ഉള്ള ഒരു സാധനത്തിനെ കട്ട് ചെയ്യുന്നു, അതായത് TV കാണാൻ സമ്മതിക്കാതിരിക്കുന്നു, മൊബൈൽ കളിക്കാൻ സമ്മതിക്കാതിരിക്കുന്നു, കളിക്കാൻ വിടാതിരിക്കുന്നു, അപ്പം നെഗറ്റീവ് പണിഷ്മെൻറ്റ്. ഇത് ധനപ്രബലനവും ഋണപ്രബലനവും അല്ല. ധനപ്രബലനവും ഏതാണ്? ശിക്ഷയല്ല. അതുകൊണ്ട് തന്നെ ഇത് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വേറെ സാധനമാണ്. ഓക്കെ, 7ാമത്തത് കഴിഞ്ഞു. അടുത്ത 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 8ാമത്തെ ചോദ്യം. ഓക്കെ, ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ വലുതാണ് സമഗ്രത. ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ വലുതാണ് സമഗ്രത. ഇത് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വൈജ്ഞാനിക മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം ശരിയാണ്. ഭാഗങ്ങളുടെ ആകെത്തുകയേക്കാൾ വലുതാണ് സമഗ്രത. ഇത് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, വൈജ്ഞാനിക മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവയെല്ലാം ശരിയാണ്. ഓക്കെ, ഇത്ര സമയം മതിയടാ. ഏതാടാ? ഗസ്റ്റാൾട്ടിസം, സമഗ്രതാവാദം. B
സമഗ്രതാവാദത്തിൻ്റെ മെയിൻ ആരാ? കോഫ്ക, കോഹ്ലർ, വെർത്തിമർ. ഓക്കെ, അടുത്ത 9ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 9ാമത്തെ ചോദ്യം എന്താണ്? 9ാമത്തെ ചോദ്യം വലിയ ആശയത്തെ ചെറുതായി ചിത്രീകരിക്കുന്ന രീതിയാണ് രൂപപശ്ചാത്തല ബന്ധം, തുടർച്ചാ നിയമം, സമ്പൂർണ്ണ നിയമം, ലാളിത്യ നിയമം. രൂപപശ്ചാത്തല ബന്ധം, തുടർച്ചാ നിയമം, സമ്പൂർണ്ണ നിയമം, ലാളിത്യ നിയമം. ഇതൊരു ട്രിക്കി ചോദ്യമാണ്. ഇതൊരു മോഡൽ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ല, മോഡൽ ക്വസ്റ്റ്യനിൽ നിന്ന് എടുത്തതാണ്. രൂപപശ്ചാത്തല ബന്ധം നമ്മൾ ഓൾറെഡി പഠിച്ച സാധനമാണ്. ആണോ? അല്ല. എന്താണ്? വസ്തുക്കൾ അല്ലെങ്കിൽ ഒരു ചിത്രത്തെ അതിലെ പശ്ചാത്തലത്തിൽ നിന്നും വേർതിരിച്ച് അറിയുക, കാണുക, ഇവയൊക്കെയാണ് ഇത് രൂപപശ്ചാത്തല ബന്ധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റിലാണെങ്കിൽ മുഖംമൂടിയും നമ്മുടെ ഫ്ലാസ്കിൻ്റെയും അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ തുടർച്ചാ നിയമം അറിയാലോ, ഒരു കണ്ടിന്യൂസ് ആണ്, അല്ലാതെ വട്ടം വരയ്ക്കുമ്പോൾ കണ്ടിന്യൂസ് ആണ് തോന്നുന്നത്. പിന്നെ സമ്പൂർണ്ണതാ നിയമം, അതായത് ഇപ്പോൾ ഏതാണ് 3-4 ഇങ്ങനെ കുത്തുകൾ ഒരു ഇട്ട് വെക്കും, അത് നമുക്ക് ചതുരമാണെന്ന് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇത് 3ഉം അല്ല, പിന്നെ ഏതായിരിക്കും? ലാളിത്യ നിയമം. അത്രയേ ഉള്ളൂ, ലാളിത്യ നിയമമായിരിക്കും. അങ്ങനെ അങ്ങ് പിടിച്ചാൽ മതി. അപ്പം വലിയ ആശയത്തെ ചെറുതായി ചിത്രീകരിക്കുന്ന രീതി ലാളിത്യ നിയമമാണ്. ഇത് ഉത്തരം വന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗവും ഞാൻ പറഞ്ഞു. അതായത് ഇങ്ങനെ, അതൊരു ടെക്നിക്കാണ്. നമ്മളെന്താണ്, നമുക്ക് അറിയാവുന്ന സാധനങ്ങളെ കട്ട് ചെയ്ത് മാറ്റുകയും അറിഞ്ഞൂടാത്ത സാധനത്തിന് വെയിറ്റേജ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, 10ാമത്തെ ചോദ്യം താഴെ പറയുന്നവ പരിശോധിക്കുക. വൈജ്ഞാനിക ഭൂപടം നൊവാക്, ആശയ ഭൂപടം ടോൾമാൻ. 1 2 ശരി, 1 2 തെറ്റ്, 1 ശരി 2 തെറ്റ്, 1 2 ശരി 1 തെറ്റ്. ഓക്കെ, അവസാനത്തെ ചോദ്യമാണ് ഇന്നത്തെ ലാസ്റ്റ് ചോദ്യം. 1 2 തെറ്റാണ്. വൈജ്ഞാനിക ഭൂപടം ടോൾമാൻ, ആശയ ഭൂപടം നൊവാക്. തിരിച്ചാ വരേണ്ടത് അല്ലേ? യാക്ക് ദിങ്ങോട്ടും ദിയാക്ക് ദിങ്ങോട്ടും. അപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ബാക്കി കൂട്ടുകാരിലേക്കും എത്തിക്കുക. പിന്നെ നമ്മൾ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് നല്ലതായാലും മോശമായാലും കമൻറ്റ് ചെയ്യുക, അതനുസരിച്ച് പരിഷ്കരിക്കാം. ഇനി എത്രയും പെട്ടെന്ന് കൂടുതൽ ക്ലാസ്സുകൾ എത്തിക്കണം എന്ന് എനിക്കൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അത് ഞാൻ തീർച്ചയായിട്ടും പരിഹരിക്കുന്നതായിരിക്കും. ഓക്കെ, ശരിയെങ്കിൽ